സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ആഗമന സഭാ കൂട്ടായ്മയിൽ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിക്കീസ് ബാവായുടെ പ്രധാന കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ട കാതോലിക്ക സ്ഥാനാരോഹണത്തിൽ സംബന്ധിക്കുന്നതിന് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെയും പ്രതിനിധിയായി ബെയ്റൂട്ടിലെ അച്ചാനയിൽ നടന്ന ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്നതിന് ഇടയായി എന്നതിൽ ഏറെ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. സഭകളുടെ കൂട്ടായ്മയുടെ ഒരു പരിപോഷണത്തിൽ പ്രകാരം മറ്റ് സഭാധ്യക്ഷന്മാരോട് ചേർന്ന് ശുശ്രൂഷയിലെ മുഴുവൻ സമയവും പങ്കുചേരുന്നതിന് സാധിച്ചു എന്നത് അഭിമാനത്തോടു കൂടി ഓർക്കുന്നു. ആഗമന ഓർത്തഡോക്സ് സുറിയാനി സഭ അതിന്റെ ഇന്ത്യയിലെ പ്രാദേശിക സഭയായ യാക്കോബായ സുറിയാനി സഭയ്ക്ക് പരിശുദ്ധ പാത്രിക്കീസ് ബാവായ്ക്ക് രണ്ടാമനായി ഈ സഭയുടെ പ്രാദേശിക അധ്യക്ഷനായി എത്രയും അഭ്യുന്നനായ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവ സ്ഥാനാരോഹണം ചെയ്തു എന്നതിൽ കേരള കത്തോലിക്ക സഭയുടെയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെയും പ്രാർത്ഥനകളും ആശംസകളും അഭിനന്ദനങ്ങളും സന്തോഷപൂർവ്വം അഭിനന്ദിയ ബാവാ തിരുമേനിയെയും സഭാ സമൂഹത്തെയും അറിയിക്കട്ടെ. മാർച്ച് മാസം 25 തീയതി വചനിപ്പ് പെരുന്നാൾ ദിവസം ലെബനോനിലെ ബെയ്റൂട്ടിനടുത്തുള്ള അച്ചാനെ എന്ന പാത്രിയാർക്ക കേന്ദ്രത്തിൽ വെച്ചാണ് സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിലാണ് ശുശ്രൂഷകൾ നടന്നത്. അതിൽ സംബന്ധിക്കുന്നതിന് വിവിധ സഭകളുടെ അധ്യക്ഷന്മാരായ പാത്രിക്കീസ് ബാവാമാർ, മറ്റ് സഭാധ്യക്ഷന്മാർ, വിവിധ സഭകളെ പ്രതിനിധാനം ചെയ്ത് വന്നിരുന്ന മെത്രാപ്പൊലീത്തമാർ, ഭാരത സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും പ്രത്യേക പ്രതിനിധി സംഘങ്ങൾ, ആഗമന സുറിയാനി സഭയിലെ മെത്രാപ്പൊലീത്തന്മാർ മുഴുവൻ, ലെബനോനിലെ അപ്പസ്തോലിക് നുൻഷിയോ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ബോർജിയോ, ലെബനോൻ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി പ്രസിഡന്റിന്റെ പ്രതിനിധിയായി അവിടെ എത്തിയ ഡെപ്യൂട്ടി തുടങ്ങി അനേകം വിശിഷ്ട വ്യക്തിത്വങ്ങൾ, യാക്കോബായ സുറിയാനി സഭയുടെ അംഗങ്ങളായ ലോകത്തിന്റെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ അവരടങ്ങുന്ന വലിയൊരു സംഘത്തിന്റെ വിശ്വാസ സമൂഹത്തിന്റെ മധ്യേയാണ് ഈ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നടന്നത്. സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ ബാവാ തിരുമേനിയാണ് പ്രധാന കാർമ്മികനായി ഈ ശുശ്രൂഷകൾക്ക് ദിവ്യമായ നേതൃത്വം നൽകിയത്. യാക്കോബായ സഭയെ സംബന്ധിച്ച് ഒരു ഉണർവിന്റെയും ഒരു പുതിയ ഘട്ടത്തിന്റെയും നാന്ദി കുറിച്ചുകൊണ്ടാണ് ഈ സ്ഥാനാരോഹണ ശുശ്രൂഷ നടന്നത് എന്നത് ചരിത്രപരമായ വസ്തുതയാണ്. അതിന്റെ വിശദാംശങ്ങൾ ഏവർക്കും അറിവുള്ളതായതിനാൽ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. വ്യക്തിബന്ധം കൊണ്ടും സഭാ അവബോധം കൊണ്ടും എക്യുമെനിക്കൽ ദർശനം കൊണ്ടും ജീവകാരുണ്യ പ്രവർത്തികളിലെ ഔത്സുക്യം കൊണ്ടുമെല്ലാം ഏറെ ശ്രദ്ധേയനായിട്ടുള്ള ശ്രേഷ്ഠ ബാവ അഭിവന്യ ബസേലിയോസ് ജോസഫ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഒരു പൗരസ്ത്യ സഭാ സമൂഹമായി ഇന്ത്യയിൽ ഈ സമൂഹം ഇനിയും സജീവമായി പ്രവർത്തിക്കുന്നതിന് പ്രാപ്തയാണ് എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ലെബനോനിൽ സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ കണ്ട പ്രാതിനിധ്യ സ്വഭാവം വിളിച്ചോതിയത്. പരിശുദ്ധ പാത്രിക്കീസ് ബാവായുമായി നേരിട്ട് കാണുന്നതിനും അദ്ദേഹത്തിന്റെ ആതിഥ്യം സ്വീകരിക്കുന്നതിനും അദ്ദേഹത്തോടൊപ്പം പ്രാർത്ഥിക്കുന്നതിനും സമയം ചെലവഴിക്കുന്നതിനുമെല്ലാം എനിക്ക് സാധിച്ചു എന്നത് വളരെ സന്തോഷം നൽകിയ അനുഭവമാണ്. വളരെ താല്പര്യത്തോടുകൂടി ഇടപെടുകയും എല്ലാ സഭകളും ഒരുമിച്ച് മുൻപോട്ട് പോകുന്നതിന് അദ്ദേഹത്തിന്റെ സന്നദ്ധത വളരെ ഹൃദ്യമായി അറിയിക്കുകയും ചെയ്തു. സഭകൾ തമ്മിലുള്ള ബന്ധം മാറി വന്ന ഈ കാലഘട്ടത്തിൽ ഏറെ അനിവാര്യമാണെന്ന് അദ്ദേഹം കൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഐക്യത്തിൽ മുന്നേറണം എന്ന് പറയുന്നത് അതൊരു ബലഹീനതയുടെ അടയാളമല്ലല്ലോ, അതൊരു ആത്മീയതയുടെ ഒരു കരുത്ത് പങ്കുവയ്ക്കുന്ന അനുഭവമാണ്. അങ്ങനെയാണ് ഈ വന്യപിതാവിന്റെ വാക്കുകളിലെ ഹൃദ്യതയും അതിന്റെ ഉറപ്പും മനസ്സിലാക്കുന്നതിന് എനിക്ക് സാധിച്ചു. 24 തീയതി മാർച്ച് 24 നടന്ന കത്തീഡ്രൽ മുറോൻ അഭിഷേക കൂദാശയിൽ സംബന്ധിച്ചിരുന്നു. അന്ന് പാത്രിക്കീസ് ബാവാ തിരുമേനിയുടെ അരമനയിലെ അഭിനയരായ ബാവാമാരോടും മറ്റ് മേലധ്യക്ഷന്മാരോടും ചേർന്ന് അല്പ സമയം ചെലവഴിക്കുന്നതിനും സാധിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളെയും യാക്കോബായ സുറിയാനി സഭയുടെ ഇന്ത്യയിൽ നിന്ന് വന്ന മെത്രാപ്പൊലിത്തമാരെയും ജനങ്ങളെയും ഒക്കെ അടുത്ത് ഇടപഴകുന്നതിനും സംസാരിക്കുന്നതിനുമൊക്കെ ഒരു അസുലഭമായ ഒരു സന്ദർഭമായിരുന്നു. സഭകൾ തമ്മിൽ അറിയുന്നതിനും കൂടുതൽ ശ്രദ്ധയോടുകൂടി ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിനുമെല്ലാം വളരെ സഹായകരമായ നിമിഷങ്ങളായി തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. ഈ സന്ദർശനത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ശുശ്രൂഷയിൽ സംബന്ധിച്ചതിന്റെ വലിയൊരു ബലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിന് സാധിക്കും. ഒരുമിച്ച്
അനുവദനീയമായ ശുശ്രൂഷകളിൽ ചേർന്ന് നിൽക്കുന്നതിന് സാധിക്കും. അത് സ്വർഗവും ഭൂമിയും ഒരുപോലെ സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ് എന്നത് നേരിട്ട് ബോധ്യപ്പെടുന്നതിന് സാധിക്കും. ഇത്രയേറെ സഭാധ്യക്ഷന്മാർ ഒരുമിച്ച് ചേർന്ന് ഒരു കത്തോലിക്ക സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് എന്നെ സംബന്ധിച്ച് അപൂർവമായ ഒരു അനുഭവമായിരുന്നു. സഭാധ്യക്ഷന്മാര് ഒരുമിച്ച് ഒക്കെ വരുന്ന അനേക സന്ദർഭങ്ങളിൽ ഞാനും പങ്കാളിയായിട്ടുണ്ട്. എന്നാൽ ഒരു ശുശ്രൂഷയിൽ വന്ന് ഒരുമിച്ച് നിന്ന് ഒരേ കാര്യത്തിനായി പ്രാർത്ഥിക്കുന്ന സഭാധ്യക്ഷന്മാരുടെ ഒരു വലിയ നിര, ഒരു കൂട്ടായ്മ, അത് നൽകുന്ന ഒരു സഭൈക്യ ആത്മീയതയുടെ കരുത്ത് വേറെയാണല്ലോ. ആ ഒരു വലിയ അനുഭവം ഞാൻ ഈ സ്ഥാനാരോഹണ ശുശ്രൂഷയുടെ ഒരു മുഖമുദ്രയായി ഞാൻ കാണുന്നു. വ്യക്തിപരമായി ശ്രേഷ്ഠ ബാവാതിരുമേനി ഓരോരുത്തരോടും കാട്ടുന്ന വലിയ സ്നേഹവും കരുതലും എല്ലാം ഏറെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ കൂടിയാണ് കേരളത്തിൽ നിന്ന് മറ്റ് സമുദായങ്ങളിലെയും മറ്റ് സഭകളിലെയും സഹോദരി സഭകളിലെയും അനേകര് ഈ ശുശ്രൂഷകളിൽ വന്ന് സംബന്ധിച്ചത്. അതോടൊപ്പം തന്നെ ഈ സന്ദർശന വേളയിൽ മറ്റ് സഭാധ്യക്ഷന്മാരായ പാത്രിക്കീസ് ബാവാമാരോട് അടുത്തിടപഴകുന്നതിന് സാധിച്ചു. അവരുടെ പ്രാദേശികമായ സഭാ വാർത്തകള്, അവരുടെ ദൈനംദിന ജീവിതത്തിലെ സഭാ ജീവിതത്തിലെ വെല്ലുവിളികള്, വിശ്വാസം ജീവിക്കുന്നതിന് തടസ്സമായി വരുന്ന അനേക ഘടകങ്ങളെ കുറിച്ചൊക്കെ പലപ്പോഴും പങ്കുവെക്കുകയുണ്ടായി. അന്ത്യോക്യയിലെ സുറിയാനി കത്തോലിക്ക പാത്രിക്കീസ് ബാവ ഇഗ്നാത്തിയോസ് യൂസഫ് യൂനാൻ തിരുമേനിയുടെ അതിഥിയായിട്ടാണ് അദ്ദേഹത്തിന്റെ അരമനയിലാണ് ഞാൻ താമസിച്ചത്. മലങ്കര സഭ അനേകം പ്രാവശ്യം സന്ദർശിച്ചിട്ടുള്ള ഒരു ബാവാ തിരുമേനിയാണ്. പുനരൈക്യ വാർഷിക ആഘോഷങ്ങളിലും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വിവിധ പ്രധാന നിമിഷങ്ങളിലും എല്ലാം സാക്ഷിയായിട്ടുള്ള സന്ദർശിച്ചിട്ടുള്ള ഒരു വന്യപിതാവാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആതിഥ്യവും ആ സഭയുടെ സ്നേഹവും കരുതലുമെല്ലാം വളരെയേറെ ശ്രദ്ധേയമായിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും അതുപോലെ ലെബനോനിന്റെ പ്രത്യേക വിശുദ്ധനായ വിശുദ്ധ ഷർബേലിന്റെ ആശ്രമവും അദ്ദേഹത്തിന്റെ കബറിടവും ദൈവാലയവും എല്ലാം സന്ദർശിക്കുന്നതിനും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിനും എല്ലാം സാധിച്ചു എന്നുള്ളതും സന്തോഷത്തോടു കൂടി ഓർക്കുന്ന വസ്തുതയാണ്. ഈ അവസരത്തില് സഭകൾ ഒരുമിച്ച്, പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകൾ, അതിൽ പ്രത്യേകമായി സുറിയാനി പൈതൃകം പേറുന്ന സഭകളുടെ ഒരു കൂട്ടായ്മയെക്കുറിച്ച് സംസാരിക്കുന്നതിനും അതിന്റെ ആലോചനകൾ ബലപ്പെടുത്തുന്നതിനും ഈ പിതാക്കന്മാരുമായി സംസാരിക്കുന്നതിനിടയായി എന്നുള്ളത് യാദൃച്ഛികമല്ല. ആകമാന സാർവത്രിക സഭയിൽ ഈ സുറിയാനി പൈതൃകമുള്ള സഭകളുടെ ഒരു കൂട്ടായ്മ ബലപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഒരു സുറിയാനി പൈതൃകം എന്നത് പ്രഥമായ ഒരു ഭാഷയുടെ പേരിലുള്ള ഒരു സ്വത്വബോധമല്ല. ക്രിസ്തീയ ജീവിതം അതിന്റെ വെല്ലുവിളികളുടെ മധ്യേ ജീവിച്ച ഒരു ജനതയുടെ ആത്മാവിഷ്കാരത്തിന്റെ ഒരു സാക്ഷ്യമായിട്ടാണ് തന്നെ ഞാൻ കാണുക. ഈ പൈതൃകത്തിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ ഇന്നും ലോകത്തിൽ അഭിമാനബോധത്തോടെ ഈ ക്രിസ്തീയ ശൈലി അനുധാവനം ചെയ്യുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. സാർവത്രിക സഭയിൽ അത് സഭകളുടെ കൂട്ടായ്മയാണെന്ന് പരിശുദ്ധ വത്തിക്കാൻ കൗൺസിൽ, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് അത് സജീവമായി പുനരുദ്ധരിക്കേണ്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലോ. ആയതിനാൽ സഭയുടെ ഈ അടിസ്ഥാന സുവിശേഷ ധർമ്മം, അതിന്റെ വ്യാപനത്തിൽ നമ്മുടെ കർത്താവ് സംസാരിച്ച ഭാഷയും നമ്മുടെ കർത്താവിനെ ഏറ്റവും അടുത്ത് അനുധാവനം ചെയ്തവരുടെ ജീവിത ശൈലി ഉൾപ്പെടുന്ന ക്രിസ്തീയ ജീവിത ശൈലി, അത് ഇന്നും സജീവമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഇപ്രകാരമുള്ള കൂടിവരവുകൾ നമ്മളെ സഹായിക്കുകയാണ്. കർത്താവ് ജനിച്ചു വളർന്ന സ്വന്തം നാട്, കർത്താവ് തന്റെ ജീവിതകാലത്ത് സംസാരിച്ച ഭാഷ എന്നത് ഒരു വൈകാരികമായ ഒരു അടുപ്പം മാത്രമല്ലല്ലോ, അത് ഒരു ആധികാരികതയുടെ അടയാളവും കൂടിയായിട്ടാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. അതിന്റെ ഒരു പ്രത്യേക പശ്ചാത്തലം ഇതിന്റെ ഈ സന്ദർശനത്തിൽ ഉണ്ടായിരുന്നു. അത് വളരെ സഹായകരമായി. അഭിനന്ദനായ ബസേലിയോസ് ജോസഫ് ശ്രേഷ്ഠ ബാവാ തിരുമേനി മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ അധ്യക്ഷനായി ചുമതലയേറ്റ് ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ക്രിസ്തീയ സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും ഒരു പുതിയ അനുഭവമായി ഇത് ഈ കൂട്ടായ്മയുടെ വളർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലേക്ക് പൂർണ്ണമായ ഒരു ഉൾച്ചേരൽ എല്ലാ സഭകളിൽ നിന്നും ഉണ്ടാകുന്നതിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന് അനുസൃതമായി ഉള്ള ഒരു ഐക്യബോധം, കർത്താവിന്റെ സ്നേഹത്തെ മുൻനിർത്തിയുള്ള ഒരു ഐക്യബോധം സജീവമാകുന്നതിനായിട്ട് പ്രാർത്ഥിക്കും. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് തിരുമേനിയും മാർത്തോമാ സഭയെ പ്രതിനിധാനം ചെയ്ത് ഈ സ്ഥാനാരോഹണ ശുശ്രൂഷകളിൽ സംബന്ധിച്ചിരുന്നു എന്നതും സഭാ കൂട്ടായ്മയിലെ നല്ല ഒരു അനുഭവമായിരുന്നു. ഒരുമിച്ച് നമുക്ക് കർത്താവിന്റെ ശരീരത്തെ കെട്ടിപ്പടുക്കുന്നതിന് നമുക്ക് പരിശ്രമിക്കാം. ദൈവം എല്ലാവിധമായ കരുതലും സംരക്ഷണവും നൽകി പരിപാലിക്കും
പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭാ കൂട്ടായ്മകൾ ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ മനസ്സിലാക്കി ഒരുമയോടെയും കർത്താവിന്റെ സ്നേഹത്തെ പ്രതിയും മുൻപോട്ട് വരുന്നതിന് ധീരമായി പരിശ്രമിക്കണം. അതിന് എല്ലാവരും ഹൃദയപൂർവമായ ഒരു തുറവിയിൽ പ്രവർത്തിക്കണം എന്നതും ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു വെല്ലുവിളിയാണ്. സ്വത്വബോധവും വംശീയതയും അതുപോലെ തന്നെ നാം ക്രിസ്തീയ ജീവിതത്തിന്റെ വെല്ലുവിളികളെ മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിന് നാം ഒറ്റയ്ക്ക് നിന്ന് പടപൊരുതേണ്ടവരാണ് എന്നുള്ള ഒരു ചിന്തയ്ക്കും അപ്പുറത്ത്, ഒരു സമുദായം എന്നതിന് അപ്പുറത്ത് സഭ എന്നതിന് പ്രാമുഖ്യം നൽകുന്ന, സഭ എന്നതിന് കൂടുതൽ സാക്ഷ്യം നൽകുന്ന ഒരു ജീവിത സമർപ്പണം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച് അതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു.